ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കൊല്ലത്താണുള്ളത്. നമ്മൾ ഇത്രയും നാൾ, അതായത് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങി ഇപ്പോൾ ഏകദേശം ഒരു വർഷമായി. ഒരു വർഷത്തിനിടയ്ക്ക് ഒരു വട്ടം പോലും വെജിറ്റേറിയൻ ഹോട്ടൽസ് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഞാനിങ്ങനെ അന്വേഷിച്ച് നമ്മുടെ കൊല്ലത്ത് ശ്രീ അയ്യപ്പ എന്നൊരു നോർത്ത് ഇന്ത്യൻ മെസ്സുണ്ട്. ഒത്തൻറ്റിക് ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. നമുക്ക് അങ്ങോട്ടാണ് നമ്മൾ അങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ ആ മല്ലൂസ് ധാബ ചെയ്തപ്പോഴേ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു, ഒരു നോർത്ത് ഇന്ത്യൻ ധാബ സ്റ്റൈൽ, ലൈക്ക് ഇപ്പം ബാംഗ്ലൂരൊക്കെ ധാബകൾ ഒരുപാടുണ്ടല്ലോ, അങ്ങനെ അവിടുത്തെ ഫുഡ് ഞാൻ ഇടയ്ക്ക് കഴിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതേ കൂട്ടൊക്കെ ഒരു ടേസ്റ്റ് വരുന്ന, അല്ലെങ്കിൽ അതിൻ്റെക്കാൾ നല്ല ടേസ്റ്റ് വരുന്ന ഒരു സംഭവമാണ് ഈ ശ്രീ അയ്യപ്പ. നമുക്കൊന്ന് പോയി നോക്കാം. അവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വഴി ഞാൻ പറയുന്നില്ല, പറഞ്ഞാലും നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിരിക്കും. അതിനെക്കാട്ട് ബെറ്റർ ആയിട്ട് ലൊക്കേഷൻ ഇട്ട് തന്നെ പോകുന്നതായിരിക്കും. നല്ല സൈഡിൽ പാർക്കിംഗ് ഒരിത്തിരി സീനാണ്. ശരിക്കും ഇവിടുത്തെ ഉച്ച സമയത്ത് നമ്മുടെ ബോംബെ മീൽസ്, ആന്ധ്ര മീൽസ്, ഇങ്ങനെയൊക്കെ കുറേ മീൽസ് ഉണ്ട്. അത് കൊല്ലത്തുള്ളവർക്ക് അറിയായിരിക്കും, കാര്യം സ്വിഗ്ഗിയിൽ അവൈലബിൾ ആണ് ശ്രീ അയ്യപ്പ, അല്ലെങ്കിൽ പോയി കഴിക്കാറും ഉണ്ടായിരിക്കും. ശരിക്കും ഈ ആന്ധ്ര മീൽസ് ഞാൻ ഒരിക്കൽ കഴിച്ചതാണ്, എനിക്ക് നന്നേ ഇഷ്ടപ്പെട്ടിരുന്നു. ഒരുപാട് പേര്, ഞാൻ എന്താ പറയുക, എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള കുറേ പേര് ഇത് കഴിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള കുറേ പേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമുണ്ടെന്ന് ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോൾ പ്രത്യേകം വീഡിയോകളൊന്നും ഇതിനെപ്പറ്റി കണ്ടില്ല. നമുക്ക് തന്നെ ഒരു നല്ല വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പം നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തെത്തി. ഇവിടുന്ന് നേരെ ചിന്നക്കട റൗണ്ടിൻ്റെ അടുത്തുനിന്ന് വീണ്ടും അകത്തോട്ട് പോയി കുറച്ച് ആ വൺ വേ വഴി കയറി പോകുമ്പോഴാണ് ശ്രീ അയ്യപ്പ ഉള്ളത്. ബാക്കി വിശേഷം ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ട് പറയാം. നമ്മുടെ ഇന്ത്യൻ ബാങ്കിൻ്റെ തൊട്ട് സൈഡിലാണ് ശ്രീ അയ്യപ്പ മെസ് ഉള്ളത്. ശ്രീ അയ്യപ്പ റെസ്റ്റോറൻറ്റ്. ഈ ഇടവഴി വഴി അകത്തേക്ക് പോകുന്നതാണ് ശ്രീ അയ്യപ്പ റെസ്റ്റോറൻറ്റ്. നമുക്ക് അകത്തേക്ക് പോവാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് റെനോവേറ്റ് ചെയ്തതായിട്ടാണ് ഒരു വീഡിയോയ്ക്കകത്ത് എനിക്ക് തോന്നിയത്. എന്തായാലും നമുക്കൊന്ന് ചെന്ന് നോക്കാം. ആന്ധ്ര ബോംബെ മീൽസ് പ്യുർ വെജിറ്റേറിയൻ ശ്രീ അയ്യപ്പ റെസ്റ്റോറൻറ്റ്. നമുക്കതൊന്ന് ണ്ട്. മലായ് കോഫ്തയാണ് ഒരെണ്ണം, ഒന്ന് ആലു പൊറോട്ട, ഒന്ന് ഓയിൽ ചപ്പാത്തി. അപ്പം നമുക്ക് ആദ്യം ഈ ആലു പൊറോട്ട ഒന്ന് ട്രൈ ചെയ്യാം. ശകലം ഗ്രേവി അവിടെ ഇരിക്കട്ടെ. എനിക്ക് ഒരു പക്ഷേ ഒരു നാടൻ ടേസ്റ്റ്, ഹോംലി ഫീൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മലായ് കോഫ്ത കൊള്ളാം, ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഓയിൽ ചപ്പാത്തി, ഇവിടുത്തെ ഓയിൽ ചപ്പാത്തി ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അതും ഈ സെയിം മലായ് കോഫ്ത വെച്ച് തന്നെ ഒന്ന് ട്രൈ ചെയ്യാം. അതുപോലെ എൻ്റെ ദൈവമേ, ചപ്പാത്തിയുടെ ഒരു ഫീൽ, ലൈക്ക് എന്താ പറയുന്നത്, എല്ലാവരും ഹോംലി ഫിക്സ്. ഇതിൽ കാഷ്യൂ നട്ടൊക്കെ ഉണ്ട്, അത് ശരി. ശരിക്കും ഈ എന്താ പറയുന്നത്, മറ്റേ
പ്രിസർവേറ്റീവ്സോ അങ്ങനെ ഉള്ളതൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പഞ്ചാബി ഹൗസിൽ നമ്മുടെ ഹരിശ്രേഷ് പറയുന്നുണ്ട് ചപ്പാത്തിക്ക് അച്ചാറാ, ഇതൊന്നും ഇവിടെ പറ്റൂല. നമ്മൾ ഈ കഴിക്കുന്നിടത്തിരുന്നാൽ തന്നെ ഇതേപോലെ നമ്മുടെ കുക്കിംഗ് കാണാൻ പറ്റും. നമ്മുടെ പനീർ കബാബ് ഫ്രൈ എത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതായിട്ട് തന്നെ ടേസ്റ്റ്, നല്ല ചൂടാണ്, ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല ചൂടാണ്, നല്ല ചൂടെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. പക്ഷെ ആ പനീറിന്റെ ഫ്രഷ്നെസ് ഒരു രക്ഷയില്ല കേട്ടോ. ഇതുകൂടെ ഒന്ന് കഴിച്ചോണം. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ആലു പൊറോട്ട ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ ഇത് നല്ല തിക്കാണ് കേട്ടോ, ഭയങ്കര തിക്കാണ്. ഇത് നമ്മുടെ മലായ് കോഫ്തയെ കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. ഈ ആലു പൊറോട്ട ഓർമ്മ തിന്നാൽ തന്നെ വയറ് നിറയും കേട്ടോ, അത്രയ്ക്ക് ഹെവി സംഭവമാണ്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. മലായ് കോഫ്ത, പനീർ ആൻഡ് അവർ ആലു പൊറോട്ട. ശരിക്കും അതിലൊക്കെ ലയിച്ചു പോകുന്നു. നമ്മുടെ ഗീ റൈസ് ആണ്. വേറെ പ്ലേറ്റ് വാങ്ങിക്കാനൊന്നും നിവർത്തിയില്ല, നല്ല തിരക്കുണ്ട് ഹോട്ടലില്. അത് നമ്മളിനി എക്സ്ട്രാ കറിയൊന്നും ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ഇതിന്റെ ഗ്രേവി ഇവിടെ ബാക്കി ഇരിപ്പുണ്ടല്ലോ, നമുക്ക് ഇത് വെച്ച് തന്നെ കഴിക്കാം. ഒരു പനീർ കൂടെ ട്രൈ. അങ്ങനെ നമ്മുടെ ഗീ റൈസും പനീറും മലായ് കോഫ്തയുടെ ആ ഒരു ഗ്രേവിയെ കൂടെ ഒന്ന് കാച്ചി നോക്കാം. മണം അടിച്ചിട്ട് തന്നെ നല്ല ഇതുണ്ടായിരുന്നു. നമ്മൾ ചില ഹോട്ടലിലൊക്കെ ചെന്ന് ഭയങ്കര ടേസ്റ്റ് എന്ന് പറയുന്ന സാധനം ഒരു പിടി കഴിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് വെറുത്തോടും. പക്ഷെ ഇതൊന്നുമല്ല. ഇച്ചിരി പനീറും മലായ് കോഫ്തയും എല്ലാം കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. ഇവിടുത്തെ ഒരു ഫേമസ് സംഭവമാണ് ലസ്സി. ലസ്സി കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരിക്കും ലസ്സി ഇവിടെ നിന്നല്ലാതെ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് പ്യുവർലി മറ്റേ എസൻസ് ഇട്ട് കലക്കിയ ഒരു സംഭവമാണ് കിട്ടുന്നത്. ഇത് പ്രോപ്പർ ലസ്സി ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. സംഭവം കൊള്ളാം. പിന്നെ ആ ലസ്സിയോട് കൂടി നമ്മളുടെ ശ്രീ അയ്യപ്പ റെസ്റ്റോറൻറ്റിലെ ഫുഡിങ് കഴിഞ്ഞു. ശരിക്കും എൻ്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസർവേറ്റീവ്സോ അധികമായിട്ട് ഈ പറയുന്ന ഫുഡിൻ്റെ ഒരു സംഭവങ്ങളോ അവർ ചേർക്കുന്നില്ല. കാര്യം കഴിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ. എന്ന് വെച്ചാൽ ഒന്ന് വയറ് പെരുകുകയും ഒന്ന് വയറ് നിറയുകയുമാണ്. അപ്പം ചില ഹോട്ടൽസിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് ഫുഡ് കഴിച്ചാൽ വയറ് പെരുകും, പക്ഷെ ഇതേ കൂട്ട് നിറയത്തില്ല കേട്ടോ. അപ്പം ഇതൊരു മസ്റ്റ് ട്രൈ ലൊക്കേഷനായിട്ട് ഞാൻ പറയുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ കാർ ഇതാ ഇവിടെ കിടക്കുന്നു. ഇവിടെ പാർക്കിംഗ് ഈ സമയത്ത് കിട്ടിയിരുന്നു, അല്ലെങ്കിൽ ഉച്ച സമയത്തൊക്കെ വന്നാൽ നല്ല തിരക്കായിരിക്കും. അത്രയും പാർക്കിംഗ് കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പം വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വരേണ്ടി വരും. വീണ്ടും ഇന്ത്യൻ ബാങ്കിൻ്റെ തൊട്ട് സൈഡിലാണ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ, ലവ് യു.